കയറാവുന്ന ഓട്ടോറിക്ഷയിൽ ഒറ്റത്തവണയായി 75,978 കിലോ അരി കൊണ്ടുപോകാൻ പറ്റുമോ? അല്ലെങ്കിൽ വേണ്ട. നമ്മുടെ ഈ ബജാജ് ബാക്ക് എഞ്ചിൻ സാധാരണ ഓട്ടോറിക്ഷയിലെ അതിൽ ഒറ്റത്തവണ 27,590 കിലോ താങ്ങുമോ? ഒരു ടാറ്റ എയ്സ് പെട്ടിവണ്ടിയിൽ 27 ടൺ അരി കയറ്റി എന്ന് കേട്ടാൽ ജീവിച്ചിരുന്നെങ്കിൽ രത്തൻ ടാറ്റയുടെ ഹൃദയം തകരുമായിരുന്നു. പരമാവധി 750 കിലോ ചരക്ക് കയറ്റാൻ മാത്രമുള്ള ഓട്ടങ്ങൾക്കായി ടാറ്റ നിർമ്മിച്ചതാണ് ആ പെട്ടിവണ്ടി. എന്നാൽ ഇപ്പറഞ്ഞതൊക്കെ ഇന്ത്യയിൽ സംഭവിച്ചു എന്നാണ് രേഖകൾ. വാതിൽപ്പുറ വിതരണത്തിനുള്ള അരി കൊണ്ടുപോയെന്ന് കണക്കുണ്ടാക്കി കാശ് തട്ടിയെടുത്തിരിക്കുന്നത് ഈ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ എഴുതി ചേർത്താണ്. പാവങ്ങൾക്കുള്ള റേഷൻ മറിച്ചു വിറ്റ് വിതരണം ചെയ്തു എന്ന കള്ളരേഖ ഉണ്ടാക്കാനാണ് ഓട്ടോറിക്ഷകളുടെയും മറ്റും രേഖകൾ ഉപയോഗിച്ചത്. ടാറ്റ ഇൻഡിക കാറിൽ ഒറ്റത്തവണ 49 ടൺ അരി കൊണ്ടുപോയി എന്ന് എഴുതി കൊടുത്ത ബില്ല് പാസാക്കി വിട്ടത് കർണാടകത്തിലാണ്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. ഓട്ടോറിക്ഷയിൽ 75 ടൺ റേഷൻ കൊണ്ടുപോകുന്ന ഇന്ത്യ. പാർലമെന്റിന്റെ മേശപ്പുറത്ത് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ വെച്ച റിപ്പോർട്ട് കണ്ടാൽ ഇത് ഏത് നൂറ്റാണ്ടിലെ ഇന്ത്യയാണെന്ന് അമ്പരന്ന് പോകും. സാങ്കേതിക വിദ്യ ഇത്രയേറെ വളർന്ന ഈ കാലത്ത് ഓരോ വാഹനത്തിന്റെയും വിവരങ്ങൾ ഒറ്റ ക്ലിക്കിൽ ലഭിക്കുന്ന കാലത്ത് ഓരോ മനുഷ്യരും വാങ്ങിയ അരി ബയോമെട്രിക് പഞ്ചിങ്ങിലൂടെ രേഖപ്പെടുത്തുന്നു എന്ന് വിശ്വസിക്കുന്ന കാലത്ത് എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുന്നത്? മൊത്ത സംഭരണ കേന്ദ്രത്തിൽ നിന്നും റേഷൻ വിതരണം ചെയ്യാനുള്ള വാഹനങ്ങൾ കർശന പരിശോധനകളിലൂടെ കടന്നു പോകേണ്ട രാജ്യമാണിത്. ഗോഡൌണുകളിൽ ആദ്യം വാഹനം രജിസ്റ്റർ ചെയ്യണം. അതിന് വാഹനത്തിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ മാത്രം പോരാ, സപ്ലൈ ഓഫീസർ വാഹനം നേരിട്ട് കണ്ട് സർട്ടിഫൈ ചെയ്യണം. അതിനൊപ്പം വാഹനത്തിന് അരിയും ഗോതമ്പും പഞ്ചസാരയും ഒക്കെ കൊണ്ടുപോകാൻ യോഗ്യതയുണ്ടെന്ന് ഗതാഗത വകുപ്പും ഭക്ഷ്യവകുപ്പും സർട്ടിഫിക്കറ്റ് നൽകണം. ഈ ഘട്ടങ്ങളൊക്കെ എങ്ങനെ എയ്സ് ഓട്ടോറിക്ഷയും മാരുതി 800ഉം റിറ്റ്സും ബജാജ് ബാക്ക് എഞ്ചിൻ ഓട്ടോയും ഒക്കെ മറികടന്നു? അതാണ് ഇന്ത്യയിലെ അഴിമതി കൊടികുത്തി വാഴുന്ന നമ്മുടെ പൊതുവിതരണ മേഖല. അഴിമതി തുടച്ചു നീക്കി എന്ന് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന പ്രസ്താവനകളൊക്കെ വെറും ഗീർവാണങ്ങളാണെന്നും ഈ അനുഭവം പഠിപ്പിക്കുന്നുണ്ട്. കർണാടകത്തിൽ CAG പരിശോധനയ്ക്കെടുത്തത് കേന്ദ്രത്തിലും അവിടെയും BJP ഭരിച്ചിരുന്ന കാലത്തെ കണക്കാണ്. അതായത് 2017 മുതൽ 2022 വരെയുള്ള വിവരങ്ങൾ. റാൻഡം പരിശോധനയിൽ തന്നെ 4 ലക്ഷം കിലോ അരിയും ഗോതമ്പുമാണ് ഓട്ടോറിക്ഷയിലും യാത്രാ കാറുകളിലുമായി എത്തിച്ചതായി കണ്ടെത്തിയത്. 27 ടൺ അരിയൊന്നും ഒരു ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന കാര്യം ഉറപ്പാണ്. എന്നിട്ടും ആ അരിയും ഗോതമ്പും എന്ത് ചെയ്തു എന്ന് CAG അന്വേഷിച്ചില്ല. അതിന് കാരണം CAGയുടെ ഓഡിറ്റ് സ്കോപ്പിൽ ട്രാൻസ്പോർട്ടേഷൻ മാത്രമേ വരുന്നുള്ളൂ എന്നുള്ളതാണ്. ഈ കൊണ്ടുപോയി എന്ന് പറയുന്ന അരിയൊക്കെ എന്ത് ചെയ്തു എന്നുള്ളത് സ്വാഭാവികമായും ഏതൊരാളുടെയും മനസ്സിലുണ്ടാകേണ്ടതാണ്. പക്ഷേ അങ്ങനെ ഒരു ചോദ്യം CAG മാത്രം ഇവിടെ ചോദിക്കുന്നില്ല. പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലെ സർക്കാരുകളെ കൊടുക്കാൻ മാത്രമേ CAG പരന്ന അന്വേഷണം നടത്താറുള്ളൂ എന്ന ആരോപണത്തെ കൂടി ശരിവെക്കുകയാണ് ഇങ്ങനെ പാതി പൊള്ളിച്ച നാളികേരം പോലിരിക്കുന്ന ഈ അന്വേഷണ റിപ്പോർട്ട്. CAG അക്കാര്യം എഴുതി വച്ചിരിക്കുന്ന വാചകം തന്നെ നമുക്ക് നോക്കാം. The claims of the transporters in delivering 4 lakh tons of food grain using above passenger vehicle is highly suspicious and the same could not be vouchered in audit. ഈ യാത്രാ വണ്ടികളിൽ ഭക്ഷ്യധാന്യങ്ങൾ കൊണ്ടുപോയി എന്നത് സംശയകരമാണെന്നും ഓഡിറ്റിന് അക്കാര്യം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുമാണ് ആ വരി. ഇത്രയും തങ്കപ്പെട്ട നിഷ്കളങ്കരാണല്ലോ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലായി വരുന്നത് എന്ന് ആരും ഒന്ന് അത്ഭുതപ്പെട്ടു പോകും. ഇക്കാര്യത്തിൽ സർക്കാർ എന്തു പറഞ്ഞു എന്ന ചോദ്യത്തിന് മൗനത്തിലാണ് എന്ന ഒറ്റ വരി കൊണ്ട് ആ ഭാഗവും അവസാനിപ്പിച്ചു. The reply of the government is silent about the audit findings. സർക്കാരിന്റെ കടുത്തിന് കുത്തിപ്പിടിച്ചാണെങ്കിലും ബജാജ് ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയ 27 ടൺ അരിയുടെ സത്യം അറിയണമെന്ന ചിന്ത ഓഡിറ്റർക്കില്ലെങ്കിൽ പിന്നെ ആർക്കുണ്ടാകാനാണ്? റേഷൻ കൊണ്ടുപോകുന്ന വാഹനങ്ങളിൽ GPS ഉണ്ടാകണം എന്നൊരു ചട്ടമുണ്ട്. വെറും GPS അല്ല, വെയിറ്റ് സെൻസർ ബേസ്ഡ് ഇൻബിൽറ്റ് ടാമ്പർ പ്രൂഫ് GPS എന്നാണ് ചട്ടത്തിൽ പറയുന്നത്. അതായത് ഒരു വാഹനം ഗോഡൌണിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുതൽ അതിൽ എത്ര കിലോ ഉണ്ടെന്നും ഇടയ്ക്ക് ഓരോയിടത്തും എത്ര കിലോ വീതം ഇറക്കുന്നുവെന്നും സപ്ലൈ ഓഫീസിൽ അപ്പപ്പോ വിവരം എത്തുന്നതിനാണ് ഈ വെയിറ്റ് സെൻസർ GPS ഘടിപ്പിക്കുന്നത്. 15,000 രൂപ വില വരുന്ന ഈ GPS സർക്കാർ എംപാനൽ ചെയ്ത വിതരണക്കാരിൽ നിന്നും വാങ്ങി ഓരോ വാഹനത്തിലും ഘടിപ്പിക്കണം എന്നാണ് ചട്ടം. എന്നാൽ
പല സംസ്ഥാനങ്ങളിലും മൊത്ത വിതരണക്കാരോ ചില്ലറ വിതരണക്കാരോ ഈ GPS ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. ബംഗളൂരു വൈറ്റ്ഫീൽഡ് FCI ഗോഡൌണിൽ നിന്നും കയറ്റിപ്പോയ 26 ടൺ അരി മാണ്ഡ്യയിലെ കരിഞ്ചന്തയിൽ നിന്നും വിജിലൻസ് കണ്ടെത്തി. FCIയെയും ഭക്ഷ്യവകുപ്പിനെയും അറിയിച്ചിട്ടും ഒരു കടലാസ് പോലും നീങ്ങിയില്ല. GPS ഘടിപ്പിച്ചാൽ ഇത്തരം കള്ളക്കടത്തുകളൊക്കെ നടക്കാതെ പോകും. കേരളത്തിലുമുണ്ടോ GPS ഘടിപ്പിക്കാതെ റേഷൻ കൊണ്ടുപോകുന്ന നിരവധി വാഹനങ്ങൾ? 20-ാം നൂറ്റാണ്ടിൽ എന്നതുപോലെ 21-ാം നൂറ്റാണ്ടിലെ 3-ാം ദശകത്തിലും അരി കടത്തുന്നവർ നിർബാധം പ്രവർത്തിക്കുകയാണ്. FCI ഗോഡൌണിൽ നിന്നും 27 ടൺ അരി കരിഞ്ചന്തയിലേക്ക് പോയത് എങ്ങനെയാണ് ഇവർ കണക്കിൽ രേഖപ്പെടുത്തുക? ഓരോ പൗരനും ആധാർ ബന്ധിത ബയോമെട്രിക് സംവിധാനത്തിലാണ് ഇപ്പോൾ റേഷൻ വാങ്ങുന്നത്. 5 കിലോ മുതൽ 20 കിലോ വരെയാണ് ഒരു കുടുംബത്തിന് കിട്ടുക. ഒറ്റത്തവണ കരിഞ്ചന്തയിലേക്ക് പോയതായി കണ്ടെത്തിയത് മാത്രം 26,400 കിലോ അരിയാണ്. അതായത് എത്ര പാവങ്ങളുടെ കണക്കിൽ ചേർത്താലാകും ഈ തൂക്കമൊന്ന് ഒപ്പിക്കാൻ കഴിയുക? അവരുടെ എല്ലാവരുടെയും ബയോമെട്രിക് പഞ്ചിങ്ങും നടത്തണ്ടേ? ഇതൊന്നും കണ്ടുപിടിക്കണമെങ്കിൽ ഈ രാജ്യത്ത് അഴിമതിയുമായി ബന്ധമില്ലാത്ത അന്വേഷണ ഏജൻസികൾ ഉണ്ടായി വന്നേ മതിയാവുകയുള്ളൂ. CAG പോലൊരു ഏജൻസി ഓട്ടോറിക്ഷയിൽ 24 ടൺ അരി കൊണ്ടുപോയോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല എന്ന് എഴുതി വയ്ക്കുന്ന രാജ്യമാണ്. ഇങ്ങനെ കൊണ്ടുപോയി എന്ന് പറയുന്ന അരിയൊക്കെ ഏത് വമ്പന്റെ ഗോഡൌണിലേക്കാണ് പോയതെന്ന് വേണം ആദ്യം കണ്ടെത്തേണ്ടത്. ബയോമെട്രിക് സംവിധാനങ്ങൾ ഉള്ളപ്പോൾ ഈ അരിയൊക്കെ എങ്ങനെ മറച്ചു വിൽക്കാൻ കഴിഞ്ഞു എന്നും വ്യക്തമാക്കണം. ഓഡിറ്റ് കനോട്ട് വെരിഫൈഡ് എന്ന് ഒരു വരി എഴുതി റിപ്പോർട്ട് അവസാനിപ്പിക്കുന്നവരെ അല്ല ഈ രാജ്യത്തിന് വേണ്ടത്. യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി വന്ന് ആധാർ കാർഡ് ഏർപ്പെടുത്തിയതോടെ തട്ടിപ്പുകാർക്ക് പൂട്ടുവീണു എന്ന ഡംഭാണ് ഇപ്പോ പൊളിഞ്ഞു വീണിരിക്കുന്നത്. സാങ്കേതിക തികവിന്റെ ഇക്കാലത്തും ഈ രാജ്യത്ത് നടക്കുന്ന നാനാവിധ അഴിമതികളുടെ ഒരറ്റം മാത്രമാണിപ്പോ പാർലമെന്റിന്റെ മേശപ്പുറത്ത് പോലും പാതി പോലും വേവാതെ വന്നിരിക്കുന്നത്. ഇങ്ങനെ മാത്രം പറഞ്ഞുകൊണ്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി ഇതേ സമയം.